കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിങ്ങളുടെ ബന്ധത്തെ തകർക്കാൻ നോക്കുന്നത് ആ ദൈവം പോലും ആഗ്രഹിക്കുന്നില്ല മോളെ. അതുകൊണ്ടല്ലേ ആ ഹോമകുണ്ട പകുതിക്ക് വെച്ച് അടഞ്ഞു പോയത്. ഞങ്ങളെ വിചാരിച്ചത് കൊണ്ടോ നീ തന്നെ വിചാരിച്ചത് കൊണ്ടോ നിങ്ങളുടെ ബന്ധത്തെ തകർക്കാനാവില്ല. അതാ ദൈവം തീരുമാനിച്ചതാ. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ തീരുമാനമെങ്കിൽ മനുഷ്യർക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ശ്രേയയുടെ ജീവിതം എന്തായി തീരുമെന്നുള്ളത് നമ്മുടെ ആരുടെയും കൈകളിലല്ല മുളയിരിക്കുന്നത്. സുലേഖേ, എന്റെ ബാഗ് എവിടെയാ? ദേ വരുന്നേട്ടാ. നിങ്ങളുടെ ബന്ധത്തെ തകർക്കാൻ നോക്കുന്നത് ആ ദൈവം പോലും ആഗ്രഹിക്കുന്നില്ല മോളെ. അതുകൊണ്ടല്ലേ ആ ഹോമകുണ്ട പകുതിക്ക് വെച്ച് അടഞ്ഞു പോയത്. ഞങ്ങളെ തമ്മിൽ പിരിയണമെന്ന് നീയും ആഗ്രഹിക്കുന്നില്ലല്ലേ? പിന്നെ എന്താ നിന്റെ തീരുമാനം? ഈ ജന്മം ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാനാവോ രാമ? എല്ലാരും കരുതിയിരിക്കുന്നത് ശ്രേയയും ദേവേട്ടനുമാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന. ഇപ്പൊ അങ്ങനെയല്ല. കല്യാണം കഴിച്ചത് എന്നെയാണെന്നറിഞ്ഞ എന്റെ അമ്മയും അച്ഛനെയും കുറിച്ച് നാട്ടുകാരെന്ത് വിചാരിക്കും? ഈ സത്യം അറിഞ്ഞ പിന്നെ അച്ഛൻ ജീവനോടെ ഉണ്ടാവില്ല. അമ്മയുടെ സമനിലയും തെറ്റും. പിന്നെ ശ്രേയയുടെ ജീവിതം എന്തായി തീരും? ഇത്രയും കാലം ദേവേട്ടന്റെ ഭാര്യയായി ജീവിച്ചിട്ട് ഒടുവിൽ അവൾക്ക് ദേവേട്ടനുമായി ഒരു ബന്ധവും ഇല്ലെന്ന് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞ ശ്രേയ പിന്നെ ഏത് കണ്ണി കാണും? നീ ഇവിടെ എന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട്. മറ്റു പലരുടെയും ജീവിതമാണ് തകർന്ന് തരിപ്പണാവാൻ പോകുന്നത്. ഇനി ഒരു പക്ഷെ എനിക്ക് എന്റെ ജീവിതം തിരിച്ചു തന്നാലും മറ്റെല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് ആ ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റുമോ? ഇവിടെ മറ്റെല്ലാവരുടെയും സന്തോഷമാണ് വേണ്ടത് രാമ. ഞാൻ കാരണം ആരെയും വേദനിപ്പിക്കരുത്. ഞാൻ കാരണം ആരും വേദനിക്കരുത്.
അമ്മേ, ആ ശ്രേയ ഇപ്പൊ ഒത്തിരി മാറിപ്പോയിരിക്കുന്നു അല്ലേ? 3 ദിവസത്തെ പൂജയും കഠിന ഉപവാസവും ഒക്കെ എടുക്കാന്ന് പറഞ്ഞത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാം ഈ പൂജയുടെ ശക്തിയായിരിക്കും അല്ലേ? അതേ കൗസല്യെ, ദൈവം നമ്മളെ തുണയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ദേവൻ ഇന്ന് വരെ ഉപവാസമോ പൂജയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? പട്ടാഭിഷേകം കഴിഞ്ഞപ്പോ തൊട്ട് ദേവനിൽ ഒത്തിരി മാറ്റം കാണാനുണ്ട്. കൗസല്യെ, അവൻ ഇന്നലെ രാത്രിയിലും ഒന്നും കഴിച്ചില്ലല്ലോ അല്ലേ? ആ ദേവാ, നീ എവിടെ നിന്നേ? എന്താ എന്തു? ഇന്നലെ രാത്രി എപ്പോഴാ ഓഫീസിൽ നിന്ന് വന്നേ? ഒത്തിരി ജോലി ഉണ്ടായിരുന്നു എന്തു, കുറച്ച് വൈകിയാ ഞാൻ വന്നേ. ഈ ഉപവാസം ഒന്നും നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ നീ കേക്കില്ല. എന്നിട്ട് ഓഫീസിലും കൂടെ പോവാന്ന് വെച്ചാ ഇന്ന് എന്തായാലും നിന്നെ ഓഫീസിലേക്ക് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് പറ്റില്ല എന്തു, അവിടെ ഒത്തിരി ജോലിയുണ്ട്. എന്നാ പിന്നെ ഇന്ന് നീ ഉപവസിക്കണ്ട. അതും എന്നോട് പറയണ്ട. എന്നാ പിന്നെ എങ്ങനെയാ നീ ഓഫീസിൽ പോകുന്നത് ഞാനൊന്ന് കാണട്ടെ. ദേ നോക്ക് ദേവാ, നിന്റെ ഇന്ദുവിന് നിന്നേക്കാളും വാശിയാ. ഒന്നുകിൽ ഉപവാസം വേണ്ടെന്ന് വെക്ക്, അല്ലെങ്കിൽ പിന്നെ ഓഫീസിൽ പോകണ്ടെന്ന് വെക്ക്. രണ്ടിലൊന്നേ നടക്കും. എന്നാ ഉപവാസം നടക്കട്ടെ. എന്താ ഇത്? ഒരു തരത്തിലും പറഞ്ഞ കേക്കില്ലെന്നായിരിക്കാം. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? ഇനി ഉപവാസോ എന്നുവെച്ചാ ഇതുവരെ കഴിഞ്ഞില്ലേ അമ്മ? എന്തേ, വല്ലാതെ വിശക്കുന്നുണ്ടോ? നീ എന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നിനക്കൊരു പ്രശ്നമല്ലായിരിക്കാം. 3 ദിവസം ഒന്നും കഴിക്കാതിരിക്കാന്നൊക്കെ പറഞ്ഞാ മറ്റാരെ കൊണ്ടെങ്കിലും പറ്റുമോ? ഇത്തരം പൂജകൾ ഇവിടെ എപ്പോഴും ഗംഭീരമായിട്ട് തുടങ്ങും, അവസാനമല്ല അവതാളത്തിലാവുകയും ചെയ്യും. ഇന്ന് രാത്രിയാണെങ്കിൽ ഭജനയും കീർത്തനവും ഒക്കെ ഉള്ളതാ. വിശപ്പെല്ലാം മറന്നിട്ട് ദേവനെയും പരിചരിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രി ഭർത്തൃപൂജയ്ക്ക് മാറ്റിവെക്കും. ഇനിയിപ്പോ വല്ല മനസ്സുമാറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞു. നിനക്ക് വേണ്ടി ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരാം ശ്രേയെ. അവിയലും സാമ്പാറും പായസവും ഒക്കെ ആയിട്ടൊരു സദ്യ. വയറ് നിറച്ച് കഴിച്ചു. ഇപ്പൊ പറയണം. അതൊന്നും വേണ്ട ഊർമിളേച്ചി. മൂന്നല്ലേ ഇനി 30 ദിവസം കഴിഞ്ഞാലും ദേവേട്ടൻ കഴിക്കുമ്പോഴേ ഞാനും കഴിക്കൂ. ആ അങ്ങനെ പറ എന്റെ പൊന്നുമോളെ. നീയാ ഇവിടുത്തെ മഹാറാണി. നിന്നെ പോലല്ല എല്ലാരും ഒന്ന് ഓർത്തോ. കണ്ടു പഠിക്ക് എന്റെ മോളെ. അവള് പറയുന്നൊന്നും നീ ശ്രദ്ധിക്കണ്ട. ഇന്ന് നേരം വെളുക്കുവോളം പൂജയാണല്ലോ. ജയനാണെങ്കിൽ റിഹേഴ്സലിന് വരാനും പറയുന്നുണ്ട്. ഇന്നെന്തായാലും വരാൻ പറ്റില്ലെന്ന് ജയനോട് പറയണം. ഒന്ന് നിന്നേ ദേവ. ശ്രേയ നിനക്ക് കോടിത്തുണികൾ വാങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ പൂജയ്ക്ക് അത് വേണം നീയിടാൻ. ആയിക്കോട്ടമ്മേ. ദാസേട്ടൻ ആരോഗ്യത്തോടെ ഉണ്ടായിരുന്നെങ്കിൽ മകനിങ്ങനെ കണ്ട എത്രമാത്രം സന്തോഷിച്ചെന്നെ അമ്മേ. പക്ഷെ വിഷം കൊത്തി പാമ്പിനെയാണല്ലോ വളർത്തുന്നതെന്ന് തെളിയിച്ചിട്ടല്ല വരുൺ പോയത്. വലിയ കാര്യായിപ്പോയി. ദേവന്റെ സന്തോഷം വൈദേഹിയെന്ന് അറിയാഞ്ഞിട്ടാ നിങ്ങൾക്ക്. എന്തെങ്കിലും മനസ്സിലായിക്കോളും. നീ വിഷമിക്കാതിരിക്കുക കൗസല്യേ. നമ്മുടെ ഭാഗ്യം കൊണ്ടല്ലേ അവന്റെ തനി സ്വഭാവം നമുക്ക് മനസ്സിലായത്. അതിനവനിപ്പോ അനുഭവിക്കുന്നുണ്ടല്ലോ. അല്ലായിരുന്നെങ്കിൽ എന്റെ മോനെ അവനിപ്പോ കൊന്നേനെ. ഇനി എന്തായാലും എന്റെ മോൻ അപകടമൊന്നുമില്ലല്ലോ. അത് തന്നെ വലിയ കാര്യം. ഷെടാ, ഇവന്റെ ഫോൺ നോട്ട് റീച്ചബിൾ ആണല്ലോ. എന്താ ജയന് പറ്റിയേ? എല്ലാവരും ഉള്ളപ്പോ തിരിച്ചു വിളിക്കും. നോക്കിക്കോ, ഫ്രീ ആയിട്ടൊന്ന് സംസാരിക്കാന്ന് വെച്ചാൽ കിട്ടുന്നുമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ?
ഷോ. ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണല്ലോ. ഒന്നുമില്ല. ഷർട്ട് നന്നായിട്ടുണ്ടല്ലോ. എവിടുന്ന് വാങ്ങിയതാ? ഇതേതാന്ന് നിനക്കറിയില്ല? അറിയില്ലെന്ന് ചോദിച്ചാ എവിടെയോ കണ്ടതുപോലെ, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല ദേവേട്ട. കല്യാണ സമയത്ത് വാങ്ങിയതല്ലേ? അല്ല. അല്ലേ? ആ, ഇപ്പൊ പിടികിട്ടി. പട്ടാഭിഷേകത്തിന് അന്ന് മേടിച്ചതായിരിക്കും അല്ലേ? അന്ന് ഞാൻ ഷർട്ട് ഉപയോഗിച്ചിട്ട് പോലുമില്ല. മുണ്ട് മാത്രം എടുത്തോണ്ടല്ലേ ചടങ്ങിനിരുന്നേ. അതെ അല്ലേ? പിന്നെ ഇതിപ്പോ ഇത് ഞാൻ വാങ്ങിച്ചതല്ല, നീ വാങ്ങിച്ചതാ. ഇന്നലെ അമ്പലത്തിൽ പോകുന്ന വഴിക്ക്. ഇതേച്ചി, കടയിൽ ചെന്ന് ദേവേട്ടന് നല്ലൊരു ഷർട്ട് നോക്കി വാങ്ങിക്കേ. എന്നിട്ട് നേരെ അമ്പലത്തിലേക്ക് പോരും. അയ്യോ, ഇത് ചേച്ചി മേടിച്ചതാണല്ലേ? ഒന്ന് തുറന്നു നോക്കാൻ പോലും ഞാൻ ശ്രദ്ധിച്ചില്ല. കവറോടെ കൈ കൊടുത്തിട്ട് ഇപ്പൊ ആകെ പെട്ടുപോയല്ലോ. ആഹാ, ശരിയാണല്ലോ. ഇത് ഞാൻ വാങ്ങിച്ചതാണല്ലേ? നീ വാങ്ങിച്ചിട്ട് അതും ഇന്നലെ വാങ്ങിച്ചത് മറന്നു പോന്നെങ്ങനെയാ? അത് ഞാനും ചേച്ചിയും കൂടെ അല്ലേ ഇന്നലെ ഷോപ്പിങ്ങിന് പോയേ. ദേവേട്ടനുള്ള ഷർട്ട് വാങ്ങിച്ചത് ചേച്ചിയായിരുന്നു. എന്താ, വൈദേഹിയാണോ ഇത് സെലക്ട് ചെയ്തേ? അതെ. ഞാനപ്പോ വേറെ ഡ്രസ്സ് നോക്കായിരുന്നു. അവസാനം ഇത് വാങ്ങിച്ചത് കണ്ടേ. പക്ഷെ പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ലായിരുന്നു. ദൈവം എന്നെ നിനക്ക് വേണ്ടി നിന്നെ എനിക്ക് വേണ്ടിയാ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാ നീ വിശ്വസിക്കില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ, എന്നെ സംബന്ധിക്കുന്ന ഓരോ കാര്യത്തിലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നീ ഉണ്ടായിരിക്കും വൈദേഹി. നീ സെലക്ട് ചെയ്ത ഡ്രസ്സാണ് ഞാൻ ഇന്നിട്ടിരിക്കുന്നേ. അതുപോലെ ഞാൻ സെലക്ട് ചെയ്ത സാരി നീയും ഇന്ന് ഉടുത്തിട്ടുണ്ടാവും. എന്താ ദേവേട്ട ആലോചിക്കുന്നത്? ഇഷ്ടപ്പെട്ടില്ലേ? നിന്റെ ചേച്ചി സെലക്ട് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ? ഒത്തിരി ഇഷ്ടമായി. ഞാൻ താങ്ക്സ് പറഞ്ഞെന്ന് പറഞ്ഞേക്ക്. ഒരു വിധത്തിലാ രക്ഷപ്പെട്ടത്. ഈ ജയനെന്താ ഇതുവരെ ഒന്ന് തിരിച്ചു വിളിക്കാത്തത്? എവിടെ പോയി കിടക്കാണോ എന്തോ? റിഹേഴ്സലിന് വരാൻ പറ്റില്ലെന്ന് എങ്ങനെയാണോ അവനൊന്ന് അറിയിക്കുക? ഈശ്വര, ഇപ്പൊ പൂജയ്ക്ക് വിളിക്കുമല്ലോ. പെട്ടെന്ന് റെഡിയെ താഴേക്ക് ചെല്ലട്ടെ. ചേച്ചി, കൂട്ടാനുണ്ടാക്കണോ? താങ്ക് യു. കഴിക്കാൻ പാടില്ല, ഉപവാസമാ. പോ ചേച്ചി, വയറ് നിറച്ച് കഴിക്കാനോ സമ്മതിക്കില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടെ ചേച്ചി. ഈ വീട്ടിലെല്ലാവരും ഒന്നടക്കം ഉപവാസം ഇരിക്കുകയാണല്ലോ. അതിനിടയ്ക്ക് എന്തിനാ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത്? എല്ലാവരും ഒന്നും ഉപവാസം എടുക്കുന്നില്ലല്ലോ, കുറച്ചുപേര് കഴിക്കുന്നുണ്ടല്ലോ. 3-4 പേർക്ക് ഇവിടെ കഠിന ഉപവാസം. ബാക്കിയുള്ളവരൊക്കെ വയറ് നിറച്ച് തിന്നോളൂ. ഇതൊക്കെ സാഡിസം അല്ലേ? നിന്റെ ഭർത്താവ് കഠിനോപവാസം ഇരിക്കുമ്പോ നീ ആരും കാണാതെ എന്തെങ്കിലുമൊക്കെ അകത്താക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനെന്താ പറയാ? ചേച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ദേവേട്ടന്റെ കാര്യം എന്നോട് പറയാൻ നിൽക്കണ്ട.
ദേവേട്ടൻ എന്റെ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ ഏത് കാര്യത്തിലെ പിടികൂടാന്ന് എനിക്ക് എപ്പോഴും പേടിയുണ്ട്. എന്താ അതിനിപ്പോ എന്താണ്ടായേ? ചേച്ചി ഇന്നലെ ദേവേട്ടന് വേണ്ടി ഒരു ഷർട്ട് വാങ്ങിയില്ലേ? ആ ബോക്സ് തുറന്നു പോലും നോക്കാതെ ഞാൻ ദേവേട്ടനെ ഏൽപ്പിച്ചത്. ഇപ്പൊ അതിട്ടിട്ട് നീ വാങ്ങിച്ച ഷർട്ടല്ലേ എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചു. എന്തു പറയണമെന്നറിയാതെ എന്റെ കണ്ണ് തള്ളിപ്പോയി. വേറെ നിവർത്തിയില്ലാതെ നമ്മൾ രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിന് പോയത് ചേച്ചി ആ ഷർട്ട് സെലക്ട് ചെയ്തെന്നും പറഞ്ഞു. എന്നിട്ടത് ഇട്ടായിരുന്നോ? ഇപ്പൊ അതാ ഇട്ടിരിക്കുന്നത്. നിന്റെ ചേച്ചിയുടെ സെലക്ഷൻ നന്നായിട്ടുണ്ട്, താങ്ക്സ് പറഞ്ഞേക്കാൻ പറഞ്ഞു. അതൊക്കെ ഇരിക്കട്ടെ, ഈ സാരിയിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് നോക്ക്. പൂജയ്ക്ക് എടുക്കാനാണോ ശ്രേയെ? അയ്യേ, എനിക്കൊന്നുമല്ല. ഇത് കഴിഞ്ഞ ദിവസം ആ സാരിക്കാരൻ വന്നപ്പോ കുറെ എണ്ണം വാങ്ങിച്ചു കൂട്ടിയില്ലായിരുന്നോ? പക്ഷെ ഇതിലൊരെണ്ണം പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പൂജയ്ക്ക് എല്ലാരും പുതിയ സാരിയിൽ ഉടുക്കുന്നേ. ഇതൊന്നും ഞാൻ ഉടുത്തിട്ടില്ല. ഇതിലേതെങ്കിലും ഒന്ന് ചേച്ചി കൊടുത്തോ. നിനക്ക് വേണ്ടിയത് ഇത് വേണം നീ പൂജയ്ക്ക് കൊടുക്കാൻ. ഈശ്വര, ജയനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. നോക്കിക്കോ, ഞാൻ പൂജയ്ക്കിരിക്കുന്ന സമയത്തായിരിക്കും വിളി വരിക. ആ മോളെ ശ്രേയേ, നീ റെഡിയായോ? ഇപ്പോഴേ റെഡിയായി ഇന്ദു അമ്മ. ആ എന്നിട്ട് ദേവൻ എവിടെ? ദേവേട്ടന് റെഡിയായി കഴിഞ്ഞു. നീ വാങ്ങിച്ചു കൊടുത്ത ഷർട്ട് തന്നെയല്ലേ ഇട്ടിരിക്കുന്നേ? അതെ ഇന്ദു അമ്മ. ആ എന്നിട്ട് എവിടെയാ അവൻ? പുതുവസ്ത്രം ഇട്ടോണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് കാണണം. മുകളിലുണ്ടോ അവൻ? ഉണ്ട്. ഉപവാസം ഇരിക്കുന്ന നീ ഇനി മുകളിലോട്ട് കയറണ്ട, ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാം. നിക്കേ. ഈ കിളവിക്ക് ഇതെന്തിന്റെ സോക്കേടെന്ന് ആർക്കറിയാം? അയ്യാക്കാരെ ഷർട്ട് വാങ്ങിച്ച് ഇനി വാങ്ങിച്ചു കൊടുത്താലും അങ്ങ് ഇഷ്ടത്തോടെ ഇടാൻ പോവല്ലേ. ഇതൊന്നും ഇവിടെ ആരും അറിയുന്നില്ലല്ലോ. എനിക്ക് വേണ്ടി എന്റെ ദേവേട്ടൻ സെലക്ട് ചെയ്തതാ ഇത്. പൂജാവിധികൾ അനുസരിച്ച് ഭർത്താവ് വാങ്ങിത്തരുന്ന സാരി ഉടുത്ത് വേണം ഭാര്യ പൂജയ്ക്കിരിക്കാൻ. ഇന്നെനിക്ക് അതിനും ഭാഗ്യമുണ്ടായി. പക്ഷെ ഞാനത് ഉടുത്ത ദേവേട്ടൻ